ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. കാരണം വീഡിയോ കാണുകയും അതിലെ തെറ്റുകളൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാനിതാ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തറിയോ, കടയിലാകുമ്പോൾ വെള്ള ക്യാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ വെള്ള ക്യാപ്പ് ഇട്ടത്. ഞാൻ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മളങ്ങനെ ഇതൊന്നും ചെയ്യാറില്ലല്ലോ, അത് ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്തായാലും പുറമേ ആളുകൾ കാണുന്നതല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഉള്ള സൗകര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്നതൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് 2-3 വർഷമൊക്കെ പച്ചക്കറികളൊക്കെ വൃത്തിയായി കഴുകിയിട്ട് മീനൊക്കെ നല്ല നീറ്റാക്കി തന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൈപ്പയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. കൈപ്പയ്ക്ക ഉപ്പേരിയും അതേപോലെ കോവയ്ക്ക ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കണം. നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ. ഇതിന് മുന്നേ പിന്നെ ഒരുപാട് ആളുകൾ ഫുഡ് കഴിച്ച് പോയിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചൂട് കാരണവും പിന്നെ നോമ്പൊക്കെ ആയ സമയത്തൊക്കെ കുറച്ച് നമുക്ക് കച്ചവടം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അടി പറ്റിയ പോലെയാണ്. കാരണം എനിക്ക് തന്നെ 5 ലക്ഷം രൂപേൻ്റെ അടുത്ത് കടമുണ്ട്. അപ്പോൾ ഈ ഒരു ഫുഡും ഉച്ചയ്ക്ക് ഊണും കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ ബാധ്യതകൾ എനിക്കില്ല കുറയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പും എനിക്കുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞു സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഒരു ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ. പിന്നെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവരൊക്കെ ലീവായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ വന്നാലും അവർക്കൊരു നേരത്തെ കൂലി കൊടുക്കാനും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ദൈവം സഹായിച്ച് നിങ്ങളുടെയൊക്കെ ഓർഡറുകാരും പിന്നെ കടയിലൊക്കെ ഫുഡ് കഴിക്കാൻ വന്നതുകൊണ്ടൊക്കെ ആ വെച്ച ചോറും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടതിനല്ലേ ഭയങ്കരമായിട്ട് ഞാൻ ഈ കിടന്നിട്ട് പരാക്രമം അടിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവരെന്തായാലും എത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അവരെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഉണ്ട് എന്ന് അറിയിച്ചാണ്. നിങ്ങളെല്ലാവരും കരുതലോടുകൂടെ ചോദിച്ചു, അയ്യോ തന്നെ ഒറ്റയ്ക്കാണെന്നുകൊണ്ട് ഇങ്ങനെ വയറുകത്തി ചോദിച്ചപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവരും അതുപോലെ തന്നെ ഭർത്താവിനെ വയ്യാത്ത ഒരു ചേച്ചിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർഹതപ്പെട്ടവർക്കൊരു വർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ വേറെ ആരിനെ വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. അർഹതപ്പെട്ട ഒരു ചേച്ചിക്ക് തന്നെയാണ് ഞാൻ ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാരണമാണ് ഇപ്പോൾ എനിക്കതിന് സാധിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ തളർത്തരുത് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്, തളരില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാം. ഇനി അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പയ്ക്ക് ഉപ്പേരി വെക്കണം. ഇനി കോവയ്ക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയ്ക്ക് ഉപ്പേരി റെഡിയാക്കണം. നമുക്ക് കപ്പയ്ക്ക കറിയും കോവയ്ക്ക് ഉപ്പേരിയും കേട്ടോ നമ്മളുടെ ഉപ്പേരി. പിന്നെ നല്ല സാമ്പാർ, കോഴി കുമ്പളങ്ങ, മീൻചാറ്, ചമ്മന്തിയാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഞാൻ തന്നെ ഇടുന്നത് തന്നെയാണ് അച്ചാർ. അതായത് ഞാനിവിടെ മത്തി അച്ചാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അച്ചാർ ഇട്ടിട്ടില്ല, ഇനി ഇടണം. പിന്നെ അതാ ചോറൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡിന് ഓർഡർ തരാൻ താല്പര്യമുള്ള ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതെൻ്റെ ഈ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നാളെ ശനിയും ഞായറുമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ബിരിയാണി കൊടുക്കാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ വിളിക്കുക കേട്ടോ, ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തളർത്താതെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കടങ്ങൾ വീടാനായിട്ട് നമുക്ക് പിന്നെ ഒരു ബിരിയാണി ചലഞ്ചൊക്കെ ചെയ്താലോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് ആ ഒരു ചലഞ്ച് ചെയ്യാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് അഭിപ്രായം പറയണത്, അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി നടക്കില്ല. ടാറ്റാ.